മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജനരോഷം ഭയന്ന കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച നിർമ്മാണം നടത്തിയ പ്ലാന്റ് ഒരാഴ്ച മുൻപാണ് പ്രവർത്തനം തുടങ്ങിയത്. ദുർഗന്ധം കാരണം പ്രദേശവാസികൾ വലിയ ദുരിതത്തിലാണ്. പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും മാലിന്യവുമായി എത്തുന്ന ലോറികൾ തടയുമെന്നും നാട്ടുകാർ പറഞ്ഞു. മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കശുമാവ് തോട്ടത്തിനുള്ളിലാണ് കുടിവെള്ള പ്ലാന്റ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയത്. 15 മീറ്ററിലേറെ വീതിയും നീളവുമുള്ള സംഭരണിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യമാണ് സംസ്കരിക്കുന്നത്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരുടെ മുന്നിലൂടെ ലോറികൾ കടന്നുപോയപ്പോൾ ദുർഗന്ധം അനുഭവപ്പെട്ടതോടെയാണ് നാട്ടുകാർ പ്ലാന്റിന് പിന്നിലെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞത്. അർദ്ധരാത്രിയും പുലർച്ചെയുമാണ് മാലിന്യവുമായി ലോറികൾ എത്തുന്നത്. ദിവസവും 4 ലോറികൾ മാലിന്യവുമായി എത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിപ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞു വെച്ചാൽ കുടിവെള്ള പ്ലാന്റാണ്, പിന്നെ മിനറൽ വാട്ടറിൻ്റെ സംവിധാനം ഒരുക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കിയാൽ അങ്ങനെ ഒരു പദ്ധതി എന്തെങ്കിലും തുടങ്ങുന്നുണ്ട് ഇവർ. നമ്മളതാണെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ രാത്രിക്ക് 1-2 പ്രാവശ്യം കണ്ടതെന്ന് വെച്ചാൽ വലിയ ടാങ്കർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ സംഭവം നോക്കുമ്പോൾ ഭയങ്കര നാറ്റമാണ് വരുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ കേന്ദ്രങ്ങൾ, പല കേന്ദ്രങ്ങളിലായിട്ട് ഈ കക്കൂസ് മാലിന്യം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധം നടന്നിട്ടുണ്ട്. നമ്മളെ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് ഇതിന് അനുമതി കൊടുത്തില്ല. പിന്നെ അതുപോലെ തന്നെ ശുചിത്വ മിഷനൊന്നും അനുമതി കൊടുക്കാത്തൊരു പരിപാടി ചെയ്ത്. അപ്പോൾ ഇത് സ്വന്തം നിലയിൽ ഒരു മയിൽക്കാരൻ്റെ ഒരു സ്ഥലമായിരുന്നു കിടക്കുന്നത്. അപ്പോൾ അയാൾ ആണോ ഇത് കൊടുത്തതെന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ പദ്ധതിക്കെതിരെ ഈ ഭാഗത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധത്തിലുള്ളത്. മാലിന്യം സംഭരണിക്ക് പുറത്തേക്ക് ഒഴുകിയെത്തിയിട്ടുമുണ്ട്. മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 200 മീറ്ററോളം അടുത്താണ് പ്ലാന്റ്. 500 മീറ്റർ ചുറ്റളവിൽ ഒട്ടേറെ വീടുകളുമുണ്ട്. അസഹനീയമായ ദുർഗന്ധം കാരണം വലിയ ദുരിതത്തിലാണ് പ്രദേശവാസികൾ. മാലിന്യവുമായി എത്തുന്ന ലോറികൾ തടയാനാണ് ഇവരുടെ തീരുമാനം. പക്ഷേ നമ്മൾ ജനങ്ങൾ ഇതാദ്യം കണ്ടത് നോക്കുമ്പോൾ മിനറൽ വാട്ടറിൻ്റെ ഒരു പദ്ധതിയാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം മനസ്സിലായ ടാങ്കർ രാത്രി 12 മണിക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങുന്ന 4 മണിക്ക് നടക്കാൻ ഇറങ്ങുന്ന ആൾക്കാരാണ് ഈ മണം അടിച്ചിട്ട് ഈ ടാങ്കർ കൊണ്ടുവരുന്ന മണം കണ്ടിട്ടാണ് ഇവിടത്തേക്ക് നടന്നു വന്നിട്ട് അന്നേരമാണ് കണ്ടത് കക്കൂസ് മാലിന്യമാണെന്നിട്ട് മനസ്സിലായത്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും ദിവസം 3-4 ടാങ്ക് പുലർച്ചെ ഒരു 3 മണി 4 മണിയാകുമ്പോൾ കൊണ്ടുവരും ഇവിടത്തേക്ക്. മഴക്കാലത്ത് മാലിന്യം ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് എത്തുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.